മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ, ഇതേപോലെയുള്ള ഒരു അയില മുളക് കറി വെച്ചതാണ്. കണ്ടില്ലേ, നല്ല രുചിയുള്ളൊരു കറിയാണ്. പ്രത്യേക രീതിയിൽ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. പിന്നെയും നമുക്ക് ചോറ് വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണ്. ഈ കറി നമ്മൾ വെച്ച് നോക്കി കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ രുചി അറിയുകയുള്ളൂ. ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ കറി വെച്ചപ്പോൾ നമ്മളിങ്ങനെ കറി വെക്കുമോ, അത്രയ്ക്ക് രുചിയുള്ള ഒരു പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഈ രുചികരമായിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് മക്കളെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച അയിലയാണിത്. 5 അയില, നല്ല വലിയ അയില. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. വെട്ടി നല്ലവണ്ണം കഴുകി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളൊന്നുകൂടെ കഴുകും കേട്ടോ. വലിയ അയില 3ആയിട്ട് കഷ്ണിച്ചു, ചെറുത് 2ആയിട്ടും കഷ്ണിച്ചു. അപ്പം നമ്മൾ ഇതിനായിട്ട് ഒരു മസാല കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് വേണമെന്നവർക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാനിനിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കണക്കാക്കി ഇതിനകത്ത് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി. അത്രയും മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് ലൂസാക്കി എടുക്കും. നമ്മൾ ഈ ഗോതമ്പ് പൊടിയും മാവും ഒക്കെ കുഴയ്ക്കുന്ന പോലെ നമ്മൾ മൊത്തം വെള്ളം പെട്ടെന്ന് ഒഴിച്ചാൽ ഇത് കട്ട കെട്ടും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കുഴച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഏകദേശം നമ്മൾ മീനിനൊക്കെ ഒഴിക്കാൻ വേണ്ടി നമ്മൾ കുഴയ്ക്കുമല്ല, നമ്മളൊരു കുഴമ്പ് രൂപത്തിൽ അല്ലെ ഒരു കുറുക്ക് രൂപത്തിലാക്കി നമ്മൾ കുഴച്ച് നമ്മളിത് കുറുകി ഇത് ഒന്ന് കുതിരാൻ വെക്കും. ഇതേ രീതിയിലാക്കിയിട്ട് നമ്മൾ ഒന്ന് കുതിരാനായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് സൗകര്യമുള്ള അത്രയും നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനായിട്ട് ചേർക്കാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കണ്ണിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ നല്ലൊരു വലിയ തക്കാളി, പഴുത്ത തക്കാളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പുളി എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയുള്ള പുളിയാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര കട്ടിയാണ്. അത് കുതിരാനായിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം കളയും കേട്ടോ. അതിനകത്ത് പുകാറ പോലൊക്കെ ഉണ്ടായത് അതൊക്കെ കഴുകി കളഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇത് ഒന്നുകൂടെ കഴുകി കളയും കേട്ടോ. പിന്നെ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ ഉലുവായും ചേർക്കുന്നുണ്ട്. നമ്മൾ ഉലുവ പൊടിയല്ല, ഫുൾ ഉലുവയാണ് ചേർക്കുന്നത്. അതാണ് കറിക്കൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമ്മളപ്പോൾ തന്നെ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചതയ്ക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ചതച്ച് വെക്കണം. നല്ല കഷ്ണമായിട്ടിട്ടാൽ ഈ മീൻ കറിക്കൊന്നും ഒരു ഫ്ലേവർ കിട്ടത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഇപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ. നമ്മളിനി ഇതിലേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അങ്ങിട്ട് കൊടുക്കും. നമ്മൾ 4-5 അയില എടുത്തിട്ടുള്ളൂ കേട്ടോ. അതനുസരിച്ചുള്ള കൂട്ടുകളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കണം. വഴന്നെടുക്കണം. നമ്മളിത് ക്രിസ്പി ആവണ്ട, നല്ല ഒന്ന് വഴന്ന് മൂത്ത് വരണം. എണ്ണയ്ക്കകത്ത് കിടന്നപ്പം തന്നെ നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചത് നമ്മുടെ ആ മസാലക്കൂട്ട് മീനിൻ്റെ അതങ്ങോട്ട് നമ്മൾ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ കരിയരുത് കേട്ടോ. ക്രിസ്പി ആവണ്ട, നല്ലപോലെ മൂത്ത് വേവണം നമ്മുടെ ആ ഉള്ളിയും ഒക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കഴുകി നമ്മൾ ആ പാത്രത്തിലെ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഇളക്കി വഴറ്റി ഇതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ ഇതിൻ്റെ വെള്ളമയോ ഈ അരപ്പിൻ്റെ വെള്ളമയോ ഒക്കെ മാറി
ഈ നമ്മുടെ ഈ പിന്നെ ഈ എന്തുണ്ടാ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച്, അപ്പോൾ നമ്മുടെ കൈ കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചോട്ട് എടുത്തത് കേട്ടോ. ആ വെള്ളവും ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ച് കുറേ സമയം എടുക്കും കേട്ടോ. നമ്മൾ നല്ല കറി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ സമയമെടുത്ത് നമ്മളത് തയ്യാറാക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിന്നെ കുഴച്ച് അത് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ വറുത്ത് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന് ഈ നമ്മുടെ ഈ അരപ്പ് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഭാഗം വരെ നമ്മൾ ഇങ്ങനെ ഇളക്കണ്ടില്ലേ. നമ്മുടെ ചട്ടിയിൽ നിന്ന് വന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മുളകും മല്ലിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തക്കാളി ചേർത്ത്, തക്കാളി നേരത്തെ ചേർത്താൽ തക്കാളി അങ്ങ് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളവും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ മസാല മൂക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കിടന്ന തക്കാളി അങ്ങ് മൂക്കും, നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഈ എണ്ണ നന്നായിട്ട് തെളിയുന്നതിന് ഈ കറിയെല്ലാം പാകപ്പെട്ട് കഴിയുമ്പോഴാണ് നന്നായിട്ട് കുറുകി തെളിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഇതെല്ലാം വെള്ളമെല്ലാം പറ്റി നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ ഈ നമ്മുടെ മസാലയെല്ലാം നല്ല പരുവമായിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ തെളിവാണത്. നമ്മളിനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം വേണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കുറേശ്ശെ അത് ലൂസാക്കും. പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് ഉണ്ട കെട്ടും. ഒത്തിരി വെള്ളം ഒഴിച്ച് നേരത്തെ അല്ല, ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഉണ്ട കെട്ടും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ശകലിച്ച് ഒഴിച്ചൊഴിച്ച് അത് ലൂസാക്കി ഈ മാവ് നന്നായിട്ട് നമ്മളങ്ങ് ലൂസാക്കും. അതനുസരിച്ച് നമ്മൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഈ സ്പൂണും കൂടെ നമ്മളങ്ങ് അതിനകത്ത് ആ സ്പൂണിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ സ്പൂണും കൂടെ നമ്മൾ കഴുകി, അത് മസാലയാണല്ലോ, ആ സ്പൂണും കൂടെ കഴുകി നമ്മൾ പിന്നെ അതിൻ്റെ മസാല അങ്ങ് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ മീനൊക്കെ വേവണമല്ലോ, അതനുസരിച്ച് വെള്ളം വെന്ത് വറ്റിക്കഴിയുമ്പോൾ പാകത്തിനുള്ള വെള്ളമാകും. അപ്പോൾ അതനുസരിച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പാകമായിട്ട് വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇതേ രീതിയിലായിട്ടുണ്ട് കേട്ടോ, ഈ കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ആവശ്യത്തിന് ഞാൻ പുളി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളി കഴുകി ആ വെള്ളം കളഞ്ഞു, ആദ്യത്തെ വെള്ളം അതിൻ്റെ പുകറയും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ല. പിന്നെ നമ്മൾ 3 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്, എങ്കിലും നല്ല പുളിയുള്ള പുളിയാണിത് കേട്ടോ. അപ്പോൾ 3 കഷ്ണം കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ആദ്യം കുറച്ചിടണം, കൂടുതൽ അങ്ങ് വാരിയിട്ടാൽ പിന്നെ ഉപ്പ് കഴിക്കും. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനല്ല നമ്മൾ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മക്കളെ. എന്നിട്ട് നമ്മൾ ഈ മീനെല്ലാം എടുത്ത് അകത്തേക്ക് അങ്ങ് താഴ്ത്തി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സഹായിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഇതിലേക്ക് നമ്മൾ മീനങ്ങ് താഴ്ത്തി കൊടുത്തു. ഇത് വീണ്ടും ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കുക. ഇത് വേവുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കുക. എന്നിട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ ഓരോ തണ്ട് ഇട്ട് നമുക്ക് അധികം ഇല്ല, നമ്മുടെ വീട്ടിലെയാണ്, ക്ഷാമമാണ് കറിവേപ്പില ചൂടായതുകൊണ്ട്. അപ്പോൾ ഓരോ തണ്ട് അപ്പോൾ നമ്മുടെ മീൻ വീണ്ടും ഞാനൊന്ന് താഴ്ത്തി കൊടുക്കുവാണ്. അപ്പം നമ്മുടെ മീൻ തിളച്ചു. നമുക്കിനി നമ്മുടെ പകുതി ഇതേ രീതിയിൽ അടയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് തിളച്ച് തൂങ്ങിപ്പോകുന്ന അറിയത്തില്ല. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്തു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് വെന്ത് കുറുകുമ്പോൾ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ചേർത്ത 1 ടേബിൾ സ്പൂൺ എണ്ണ അത് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എണ്ണ ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം, പക്ഷേ ഇത് മതി കേട്ടോ നമുക്ക്. പിന്നെ വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒന്നുകൂടെ കുറുകാൻ വേണ്ടി, കണ്ടില്ലേ. ഇനിയും വീണ്ടും ഇത് കുറുകി കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും. പിന്നെ ഈ ചാറങ്ങ് കുറുകും. ഇത്രയും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് വെള്ളമാണെന്ന്, വെള്ളമല്ല. ഇനി ഇതങ്ങ് നന്നായിട്ട് കുറുകും. അപ്പം മക്കളെ, നമ്മുടെ ഈ രുചികരമായിട്ടുള്ള കറി കണ്ടില്ലേ. അപ്പം ഈ രുചികരമായിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. ഇതേപോലെ ഒന്ന് ചെയ്താൽ പിന്നെ ഇങ്ങനെ ചെയ്യും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. അപ്പോൾ മക്കളെ, ഈ രുചികരമായിട്ടുള്ള ഈ കറി
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പഴയതുപോലെ